താറാവ് പോകുന്നില്ലേ മതിയടി ഇവിടെ എന്നെ കൊണ്ട് ലോൺ അടിപ്പിക്കുന്നു തോന്നുന്നു. ഇതാര വണ്ടിയാ? ചിരിക്കുവേണ്ടി ചിരിക്കുവാണ്. റിയാലാന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വേണ്ടേ കിലുക്കത്തിലെ രേവതിയൊക്കെ ആയിട്ട് അമ്മയോട് വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടേ എന്റെ ഷോക്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിട്ട് വേണ്ട ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് വാവയുടെ ഡ്രസ്സ് അവൾ അടിച്ചു മാറ്റിയേക്കുന്നതാണ്. ഇത് അവൾ എടുത്തെന്നൊക്കെ വാവയുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. നീ കൊടുത്തോടി. നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെടുക്കുന്ന. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദിവാലി കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഹാപ്പി ദിവാലി. നമ്മൾ ഇന്ന് ഇവിടെ ഹാപ്പി ദിവാലി ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ചെറിയ പടക്കങ്ങളും കുറച്ച് പരിപാടികളൊക്കെ കേട്ടോ. അപ്പൊ അതിനിപ്പം എനിക്ക് ആമിമോളെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കണം, അതായത് നമ്മുടെ ദേഹത്തിട്ടുണ്ട് നടക്കുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പം ആ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോകണം. അതിന് ക്യാരിങ് ബാഗ് അല്ലേ, ക്യാരിങ് ബാഗ്. നമ്മൾ ട്രാവലൊക്കെ തുടങ്ങുന്നതിന് ഇപ്പോൾ അതെല്ലാം വേണം കേട്ടോ. കാരണം അവിടെ അതിനകത്തൊന്ന് എക്സ്പീരിയൻസ് ആക്കി എടുക്കണം. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഫസ്റ്റ് ക്രൈയിലും പിന്നെ ഞാനും ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട്. അതിനിപ്പുറം നമ്മുടെ വത്സലാമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കെട്ട ഫാമിലി മെമ്പർ, നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരാളാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ എന്റെ ദൈവം എന്നാണ് പറയണതെന്ന് പറയുന്നില്ല. ആൾക്ക് ഭയങ്കര സ്നേഹമാണ്. അമ്മയും മോനും. കഴിഞ്ഞ പ്രാവശ്യം ഇളയ മോനായിട്ടായിരുന്നു വന്നിരുന്നത്. ഇന്ന് മൂത്ത ആളെ. രണ്ടുപേരും ഭയങ്കര വൈബാണ് കേട്ടോ. പെണ്ണൊന്നും കെട്ടുന്നില്ല. അമ്മേനെ ഇഷ്ടമുള്ളടത്തെല്ലാം കൊണ്ടു നടക്കുവാണ്. അവരുടെ ഡ്രീം അതാണെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പൊ വത്സലാമ്മ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു തരാം. എല്ലാവർക്കും സിന്തമ്മയ്ക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അത് കണ്ടാല്. കാണിക്കാവേ. നല്ല മാതാവ്, നല്ല ഐശ്വര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. എന്റെ ഉണ്ണീഷവും മാതാവ് നേണ്ടെ ഇവര് നിക്കുന്നത്. ഇത് നോക്കി, ഓ ഇങ്ങോട്ട് നോക്കി. ഇവര് എല്ലാവരും നോക്കി. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ ഉണ്ണീഷ കൂട്ടിട്ടുണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എന്താണേലും ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ ഹാളിൽ നമ്മുടെ കൃഷ്ണന്റെ കൂടെ വെക്കുന്നതായിരിക്കും. അപ്പൊ സിന്ധുമാമ മാതാവിന് ഭയങ്കര ആരാധന ശരിക്കും. മണ്ണാടുപള്ളി പോയി ഇതും വാങ്ങിട്ട് വന്നു. കുർബാനപ്പണം അടച്ച് പോയി ചെയ്തിട്ടും കൂടെ. അതെ അതെ. അതുപോലെ തന്നെ നമ്മുടെ ബൈചേട്ടനല്ലേ, ബൈചേട്ടൻ അന്ന്, അതായത് ബൈചേട്ടൻ തന്നെ പത്തനംതിട്ടക്കാരനാണ്. ആള് നമുക്ക് വേണ്ടിയിട്ട് പോയി അവിടെ പോയി കുർബാന നടത്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എണ്ണയൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ വേണ്ട വത്സലാമയും വന്നിരിക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം, ഒത്തിരി നന്ദി കേട്ടോ വത്സലാമേ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലിട്ട് പോവാം അല്ലെ. യെസ്, ബൂം അടിച്ചു അല്ല, ബൂം അല്ലെങ്കിൽ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോൾ നല്ലൊരു അടിപൊളി ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം കേട്ടോ. ആപ്ലിക്കേഷന്റെ പേര് മറ്റൊന്നുമല്ല, ബിനോമോ എന്നാണ്. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഗൂഗിൾ, ആപ്പിൾ, USD, യൂറോ, ഗോൾഡ് തുടങ്ങിയ കറൻസി പേരുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് 90% പ്രോഫിറ്റ് വരെ ലഭിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചൂസ് ചെയ്ത അസറ്റിന്റെ വാല്യൂ കൂടുവോ ഇല്ലയോ നമ്മൾ തന്നെ പ്രവചിക്കാം. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അസറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന 700 രൂപയുടെ ട്രേഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്റെ ഗസിംഗ് ശരിയായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്ക് കിട്ടിയ എമൗണ്ട് 24 മണിക്കൂറിനുള്ളിൽ പേടിഎമ്മിലേക്ക് ബാങ്കിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ മിനിമം ഡെപ്പോസിറ്റ് 350 രൂപയാണ്. എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡെപ്പോസിറ്റിന്റെ തുക ഇരട്ടിപ്പിക്കാനാണ്. അതായത് 400 രൂപ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അത് 800 രൂപയായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഓടിപ്പോയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ പോയിട്ട് ബിനോമോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് 65,000 രൂപ നമുക്ക് ഡെമോ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. നമുക്ക് ന്യൂ സ്ട്രാറ്റജീസ് പഠിക്കാനും ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യാനും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ബുദ്ധിപരമായിട്ട് തന്നെ കളിക്കുക. കാരണം പൈസ വെച്ചിട്ടുള്ള കളിയാണ്. ഓൺ റിസ്കിൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനൊരു ബിനോമിസ്റ്റ് ആണ്, നിങ്ങളോ? അപ്പൊ ഓടിപ്പോയി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ പോയിട്ട് ബിനോമോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ട്രേഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട്. നമ്മള് ഇത്രയും വൈകി പോയത് വീഡിയോ ഇടാൻ വേണ്ടിട്ടാണ് കേട്ടോ. നമ്മളെ വീഡിയോ ഇടാൻ സഹായിച്ച ഒരു വ്യക്തി ആരാന്നാണ് അറിയാവോ? മീനു ചേച്ചിയാണ് കേട്ടോ. നമ്മുടെ മീനു ലക്ഷ്മി ചേച്ചിയാണ്. ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഇത്ര നേരം വൈഫൈ. ഞങ്ങൾ ഇവിടെ ചങ്ങനാശ്ശേരി മൊത്തം കറങ്ങി നടന്നു കേട്ടോ. അപ്ലോഡ് ആയില്ല, എന്ത് ചെയ്യട്ടെ. ഞാൻ ചേച്ചി പറഞ്ഞു വൈഫൈ ആണ്. ചേച്ചിയുടെ അമ്മയുടെ അച്ഛനും കൂടി ഇത്ര നേരം ഇരിക്കുകയായിരുന്നു. ചേച്ചിയും ചേട്ടായി, ഇവിടുത്തെ മിത്ര എന്നാ പറയുന്നത് കേട്ടോ. ഉണ്ണിച്ചേട്ടായി. അതായത് അവർ രണ്ടുപേരും ഡാൻസ് മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ചേച്ചിയുടെ ചാനലിലെ ലിങ്ക് എന്തായാലും താഴെ ഇട്ടാം, കാരണം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിട്ട് കേട്ടോ. അപ്പം
എല്ലാരും കേറി കാണാം. ചേട്ടായും ചേച്ചിയുടെ ദീപാവലിക്ക് വിളക്കെത്തിക്കാൻ വേണ്ടി പോയിക്കുവായിരുന്നു. അല്ല, ദീപാവലിക്ക് വിളക്കെത്തിക്കാൻ പോയല്ല, അങ്കിളിന്റെ പെങ്ങളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആന്റിയുടെ ബർത്ത്ഡേക്ക് ലൈറ്റ് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. ഓക്കെ അങ്ങോട്ട് പോയേക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മള് എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് മീൻ ചേച്ചി കാണുന്നത്. ഞാനൊരു വലിയൊരു ഫാനായിരുന്നു. എന്റെ ചേട്ടനും കൂടെ ഞാൻ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരുന്നതാണ്. ഞങ്ങൾ വലിയ ചങ്കും മച്ചാനും എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ കടയിലെ ഉള്ളിലോട്ട് പോകാം കേട്ടോ. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എന്നെ കൈയും കാലും കുരുക്കും. നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടിട്ട്. കുഞ്ഞു പിള്ളേർ ഉടുപ്പ് നീ നോക്കിക്ക് എന്ത് രസം ഫ്രണ്ടിൽ തന്നെ നടക്കുന്നു. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷോപ്പിനുള്ളിൽ കയറി ചുറ്റേ മോളും കൂടെ എന്നെക്കാളും മുന്നേ ഓടുന്നുണ്ട്. ഇത് ഇങ്ങോട്ടേ ഓടുന്നു. ചെറുതായിട്ട് മീനുന്നുണ്ട് കേട്ടോ. ആണ് നിങ്ങളുടെ എന്തൊരു കോലം. ഇതാരിത്? എവിടെയാ വന്നേ? എവിടെയാ വന്നത്? സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര എന്തോ ഒരുമാതിരിക്കാവോ. ഇതാണ് കേട്ടോ സംഭവം. പക്ഷെ എനിക്ക് ഈ കളറല്ല വേണ്ട, പിങ്കാ വേണ്ടത്. പിങ്ക് ചേച്ചിമാരെ എടുക്കാം. ഹീറോ ഉണ്ട്. നല്ല അടിപൊളി കാറുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ആമിമോൾ ഇത്തിരി കൂടെ വളർന്നിട്ട് നമുക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കാം. അയ്യോ ക്യൂട്ട്, എന്നാ ക്യൂട്ട് ചെരുപ്പുകളാന്ന് നോക്കി. എന്റെ പൊന്നൊരു രക്ഷയില്ല കേട്ടോ. നല്ല ക്യൂട്ട് ഡ്രസ്സുകളുടെ കളക്ഷൻസ്. ഓ വേണ്ട വരുന്നു. പൊളിയല്ലേ? എടി നീ നോക്കിക്കൊണ്ട് നടക്കുവാനോടി? ആമി ഡി നോക്കിച്ചോണ്ട് നടക്കുവാണോ? എന്നെ നോക്കുന്നേ. ഈ ഇത് ഇവിടെ എഴുതുന്ന ചെരുപ്പലോട്ടോ കേട്ടോ നോട്ടോ. ഉറക്കം തൂങ്ങി ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വരുന്ന രംഗം കേട്ടോ. ദിവാലി കാർണിവൽ ഓഫറൊക്കെ ഉണ്ട്. ആ നല്ല രസമുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഡ്രസ്. എടി നമുക്ക് നിപ്പിള് കൊടുക്കണമല്ലോ. ഒത്തിരി സാധനം ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടാ എനിക്ക് ആമീനെ നമ്മളിപ്പോ ഒരു സാധനത്തിനകത്ത് ഇരുത്താൻ പോട്ടോ. അയ്യോ ഇത് ഇവിടെ ഒരു വഴിയിലൊക്കെ വെക്കുന്ന സ്റ്റാച്ചു ഇല്ല. അടിപൊളി കേട്ടോ. മറ്റേ ആ സാധനം ഊരിയോടി. പ്രൈസ് ടാഗ് ഫ്രീ എടുത്തോളാം. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ദേഹത്തോട് ചേർന്നാണോ ഇരിക്കുക? അത് തിരിഞ്ഞല്ല ഇരിക്കുക? ആണോ? ആ എവിടെ പിടിക്കുന്ന അവർക്ക് വലുതല്ലേ? കുഞ്ഞിന്റെ ഹൈറ്റ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതായത് ഇതൊന്നും സപ്പോർട്ട് വരുന്നു. എന്നാ
5 മാസം. കണ്ടില്ല. പിടിക്കണ്ടല്ലേ? ലൈറ്റ് ഭയങ്കരമായിട്ട് മിന്നുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് മിന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു യെസ്, നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. ഹാപ്പി ആയോ? അടിപൊളി കേട്ടോ. ആ, അവൾക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെ അവള് കരയുന്ന സൂപ്പർ കേട്ടോ. 2 വയസ്സ് വരെ ഉപയോഗിക്കാമോ? 15 കിലോ കപ്പാസിറ്റി. ആ, അതുമായിട്ട് മാച്ചാ അവളുടെ സോക്സും. സൂപ്പർ കേട്ടോ. അവള് നല്ല കംഫോർട്ടാണ്. നമുക്ക് നോക്കി അത് വണ്ടിക്കകത്തൊക്കെ ഇരിക്കുന്ന ഫീൽ അവള്. നിങ്ങള് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ചേച്ചിയോട് ചോദിച്ചു. അപ്പം അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് കമന്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ തന്നെയാണ് അവള് പുതിയ ഇതൊക്കെ നോക്കും ചെയ്യും. അതിലൊക്കെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. ഇതായിരിക്കണം. പിന്നെ ഈ കളർ മതിയോ? എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. പിങ്ക് നോക്കി. പിന്നെ നമുക്ക് ഇവിടെ കാർ സീറ്റിന്റെ തന്നെ നോക്കാം. റെഡ് നോക്കി. അതുണ്ടോ? റെഡ് ഇതാ ബെറ്റർ നോക്കിയിട്ടാണ്. വീട്ടിൽ ചെന്നിട്ട് വാവയുടെ ദേഹത്തോട്ട് ഇട്ട് വിടാം. വാവ എപ്പോഴും എടുത്തോണ്ട് കരയൊന്നുമില്ല. അവക്ക് ഇഷ്ടപ്പെട്ട് കണ്ടോ? അല്ല, ഇപ്പം ഹെഡ് നന്നായിട്ട് തന്നെ ഇരിക്കുന്നേ. അടിപൊളി. അപ്പൊ നമ്മുടെ കുഞ്ചിപ്പം നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ആള് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ അടുത്ത് മേടിച്ച് തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്യൂട്ട് ഡ്രസ്സുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. രക്ഷയില്ല. ഈ യെല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അടിപൊളി സൂപ്പർ. അടിപൊളി യെല്ലോ പൊളി കേട്ടോ. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനത്തെ കളറൊന്നും നമുക്ക് ചേരത്തില്ല. അവൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. അത് പിന്നെ കുഴപ്പമില്ല. പൊളി കേട്ടോ. പക്ഷെ ഈ യെല്ലോ അടിപൊളിയാടി. യെല്ലോ അമ്മയെ പോലെ തന്നെ മോക്കും ചെയ്ത് കിട്ടോ. അതാണ്ട വണ്ടിയുടെ അതേ അതാണ്ടേ. ആ, അത് നമ്മുടെ വണ്ടിയുടെ ഇത്. അത് നല്ല ഡ്രസ്സാണ്. കാണിച്ചിട്ട് നല്ല രസമുണ്ട് നിന്റെ ആ ഡ്രസ്സുമായിട്ട്. അതെല്ലാം ഉള്ളതാ. അത് വലുതാണോ അതിലോ? അല്ല, കുറേ കൂടെ ഞാൻ ഇനി വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് ആവുമ്പം, സീറ്റല്ല ഇതിനെ സാധനം ക്യാരി ബാഗോ. ഈ ക്യാരി ബാഗ് ആവുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സീറ്റ് കവറുമായിട്ട് മാച്ചാട്ടോ. അവളുടെ ബേബി സീറ്റുമായിട്ട് മാച്ചാണ്. അതെ മറ്റേ ഇത്തിരി കംഫർട്ട്. അല്ല, മറ്റേതാ കംഫർട്ട്. ഏതാ ഇഷ്ടപ്പെട്ടെ? അച്ഛനെ കാണാൻ എന്നെ ലുക്കാന്ന്.
നീ ഇങ്ങോട്ട് kiss എനിക്ക്. ഇവിടെ എന്ത് വെച്ചോ? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഇവിടെ എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തൂടെ എത്തി വലിഞ്ഞ് ഞാൻ എന്തിയേന്ന് നോക്കുന്നുണ്ട്. ആ ഫോണിൽ കണ്ടോ കൊച്ചു കൊച്ചിനെ. പക്ഷെ ഇത് അത്ര രസമില്ല കേട്ടോ. മറ്റേതാ ഇത്തിരി കൂടെ ബെറ്റർ അല്ലേ? അപ്പൊ മറ്റേത് തന്നെ എടുക്കാം അല്ലെ? കാറിന്റെ ആ ഒരു എനിക്ക് ആ കാറിന്റെ ആ ഒരു സീറ്റുമായിട്ട് മാച്ച് ആയതാണെന്നാണ് എനിക്ക് നോക്കി കേട്ടോ. പക്ഷെ ബെറ്റർ അതാണ്. നമുക്ക് ഇത് ഇത്തിരി അവക്ക് കംഫോർട്ടും അല്ല. അവളും ഒരു അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. ആ കോപ്പിറൈറ്റ് അടിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പരസ്യമാണ് പക്ഷെ അതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഓക്കെ എന്നാ ടാറ്റ. ഗോ ഗോ. ആ മറ്റേ തന്നെ താറാവ് പോന്നോല്ലേ. അപ്പൊ ഇതാണ് കേട്ടോ എടുക്കുന്നേ. അല്ല ഇതല്ലേ എടുക്കുന്നത്, പിങ്ക് എടുക്കുന്നത്. അപ്പൊ ചേച്ചി പാട്ടൊക്കെ നിർത്തി തന്നിട്ടുണ്ട് കോപ്പിറൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഇനി എന്നാ മേടിക്കാനുള്ളേ? കുഞ്ഞിന് ഇപ്പോഴും മേടിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാം കേട്ടോ. ഡ്രസ്സെല്ലാം അവളുടെ ചെറുതായിപ്പോയി ഭയങ്കരമായിട്ട്. അല്ല അതൊക്കെ പെട്ടെന്ന് ചെറുതാവൂലേ? കുറഞ്ഞു പോവാ. ഇത്തിരി വലുത് എടുക്കണം. കാരണം എന്നാന്ന് വെച്ചാ ആ ഈ ഇപ്പുറത്തെ സൈഡിലുണ്ടെന്ന് തോന്നുന്നു. ഇതല്ലേ ഏതാ? അത് നല്ല രസമുണ്ട് കേട്ടോ. കാണിച്ചെടുത്ത് കാണിച്ചേ. ആ ഇത് നല്ല രസമുണ്ട് കേട്ടോ. അത് പറഞ്ഞ എടുക്കാം. പിന്നെ അച്ഛൻ ഇത് നോക്കിയടി. പിടിച്ചേ കാണിച്ചേ. അടിപൊളി കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ പറ്റിയ സാധനമാണെന്ന് പറഞ്ഞ് ചേച്ചി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ അതങ്ങനെ കേറ്റാൻ തോന്നുന്നു. നീ കേട്ടിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കണ്ണാടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്ത് തന്നെ കാണാൻ നല്ല ലുക്കുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ റൂമിൽ മറ്റേ ഇങ്ങനെ വലിയ ഒന്നും പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത് ഇഷ്ടപ്പെട്ടു. ആ പിങ്ക് നോക്കിയേ ഇതിനകത്തെ. ആ ഇല്ല അതല്ല ഇത് കാണിച്ചേ. ഇത് നല്ല രസമുണ്ടല്ലേ? പക്ഷെ വാക്കൊന്നുമില്ല. തിരിച്ചു നോക്കി. ആ അല്ല ഇങ്ങനെയായിരിക്കുന്നത്. ആണോ? ഇതോ ഈ റെഡ് ഇത് ഇതെല്ലാം 69 ഇത് 69. വ്യത്യാസം ഉണ്ടോ മെസ്സേജ്? ഏതാ? ഇതൊക്കെ നമ്മൾ വ്യത്യാസം ഉണ്ടോ? ഇല്ലില്ല സെയിം സെയിം. 9 to
12 എടുക്കുന്നതാണോ നല്ലത് 3 to 6 എടുക്കുന്നതാണോ നല്ലത്? 9 to 12 ഏതാ വലുത്? ഇത് ശരി ചെറുതാ. എന്നാ അതാ എടുക്കാൻ നല്ലത്. പക്ഷെ കളർ വ്യത്യാസമുണ്ട്. ആ ഇല്ലല്ലേ, എന്നാ എടുക്ക്, ഒരെണ്ണം എടുക്ക്. മതിയടി, നിങ്ങൾ എന്നെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്നു തോന്നുന്നു. ആ ഉറപ്പായിട്ടും കാണിച്ചോ, 3 കാണിക്ക. ആദ്യം എടുത്ത് ആ പിങ്ക് മാറ്റി കേട്ടോ. മാറ്റി. ഇത് നല്ല ഒന്നുകൂടെ കൈ ഉണ്ട്, നമുക്ക് കൈ വളരുന്ന നല്ല ഓഫ് ഷോൾഡർ ഒന്നും. ഇത് നമ്മള് ക്രിസ്മസിന് അന്ന് നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ ഇടുക്കിയിലോട്ട് സാധനം വരുവോ? സാധനം വരുവോ? ഇല്ല ഇടുക്കിയിലോട്ടില്ല, ഞാൻ ചങ്ങനാശ്ശേരിയിലോട്ടല്ല. ഇത് 3 എടുത്തത് ഞാൻ ചുമ്മാ എല്ലാം നോക്കിന്നുള്ളു. ക്രൈസ് എങ്ങനത്തെ നിന്നെ മേടിയാണോ? പിന്നെ വാങ്ങിച്ചത് ഇത് ആനക്കുട്ടി. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര നോട്ടം. അപ്പൊ ബില്ലെടുത്ത് വെച്ചേ. അവളുടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ വസ്ത്രയുടെ ഷോറൂമിലാട്ടോ. അടിപൊളി അടിപൊളി കളക്ഷൻസ് കേട്ടോ. നമ്മള് തിരുവല്ല പോയിട്ടാണ്. തിരുവല്ല പോയിട്ട് നമുക്ക് എന്ത് നല്ല ബെറ്റർ എക്സ്പീരിയൻസ്. കാരണം അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ 2 ചേച്ചിമാര് കേട്ടോ. അത് അടിപൊളി. ആ സ്കൂട്ടിയോ? സ്കൂട്ടി അല്ല, അവളെ ഞാൻ ബൈക്ക് ഓടിപ്പിക്കത്തുള്ളൂ. അയ്യോ എന്നെ രസമാണെന്ന് ചോദിച്ചേ. ഇത് ആരാ ഇത്? ഓ അടിപൊളി കേട്ടോ. ആമിയെ എടാ ഇതാര വണ്ടിയാ? ചിരി അത് എടി നോക്കി ചിരിക്കുവേണ്ടി ചിരിക്കുക അവിടെ. ആമി എരി ഒന്നെ ഇങ്ങോട്ട് നോക്കിച്ചേ. അച്ഛൻ നോക്കി അവളവിടെ എവിടെ പിടിച്ചേക്കുന്നത്? അതേ ഒന്ന് സ്റ്റാർട്ടാക്കിയൊക്കെയല്ലേ ഞെക്കി പിടിച്ച്? ആണോ? ലോക്കാണോ? ആ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് ഇത്. അമ്മേ എണീറ്റ് വരുവോ? വരാ നമുക്ക് വീട്ടിൽ പോവാം. വാ വീട്ടിൽ പോവാം. എവിടെ വീട്ടിൽ വരുവോ? വരുവോ? നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ പിള്ളേരുടെ ഐറ്റംസിന്റെ കൂടെ നിൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് അല്ലേ? എല്ലാം കാണുമ്പോഴേ നല്ലൊരു കൗതുകമാണ്. ആണോ? നിനക്കത് വേണമെന്നോ? എനിക്ക് നല്ല അടിപൊളി കേട്ടോ. ഭയങ്കര സന്തോഷം. യെസ് എനിക്ക് നല്ല ഹാപ്പിയായി. കാരണം പിള്ളേർ ഓരോ ഐറ്റംസ് ഞാൻ ആഗ്രഹിച്ച പെങ്കൊച്ചിനെ എനിക്ക് ദൈവം തന്നു. അതുകൊണ്ട് അവർക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പെങ്കൊച്ചിനെ ദൈവം എനിക്ക് തന്നു. അച്ഛൻ ആഗ്രഹിച്ച പെങ്കൊച്ചിനെ ഞാൻ അച്ഛന് തന്നു. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ മേടിക്കും. ഭയങ്കര സന്തോഷം കേട്ടോ. ആമിയെ ഇനി നമ്മള് അടുത്തൊരു വൈകാതെ തന്നെ അടുത്തൊരു ഷോപ്പിംഗ് കൂടെ വരുന്നുണ്ട്. ചെറിയ ഇത് ഉടനെ സന്തോഷമായിട്ട് നടന്നു പോട്ടെ എന്ന് ദൈവത്തോട് പറയാം. യെസ് അത് ആർക്ക് വേണ്ടിയാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ അമ്മൂസിന് വേണ്ടി കേട്ടോ. ഇപ്പൊ പറഞ്ഞു എന്റെ അടുത്ത്. പക്ഷെ ഇപ്പം സാധനം മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. കാരണം കുഞ്ഞ് എന്നാന്ന് ഞാൻ പെങ്കുഞ്ഞാന്ന് ഇപ്പോഴും പറയുന്നത്. ഇവരൊക്കെയാണ് ആൺകുഞ്ഞാന്ന് പറയുന്നത്. അപ്പൊ സാധനം മേടിച്ച് വെച്ചിട്ട് വേറെ മാറിപ്പോയില്ല. അതിന് വേണ്ടിട്ടാട്ടോ. ചുമ്മാ ദേഷ്യപ്പെടാതെ വാ വാ. ഈ സാധനം മേടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എന്നല്ല, നമ്മുടെ ഇവിടെ ഇങ്ങനെ പോകുന്ന ഒരു ഇത് വരുന്നത്. നമ്മളിപ്പം
ട്രാവൽ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതെ അതെ, അല്ലാതെ നമുക്ക് അത്ര യൂസ്ഫുൾ അല്ല ശരിക്കും. ഇല്ല മറ്റേ ടൈപ്പ് സ്നഗി അല്ലേ, നമുക്ക് ബില്ല് എത്രയാന്ന് നോക്കാട്ടോ. താങ്ക് യു കേട്ടോ. ഇറങ്ങിക്കോണേ പിന്നെ ഉറപ്പായിട്ടും. അപ്പം ശരിക്കും വിശക്കാൻ തുടങ്ങി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ നമ്മള് വാവച്ചി ഇവിടുന്ന് വയറിൽ നിന്ന് വിശന്നിട്ട് കരിയുന്ന മണം ഇടുവായിരുന്നു കേട്ടോ. അപ്പൊ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് സ്പൈസസി പോയി കഴിച്ചിട്ടൂടെ പോകാം. എനിക്ക് ചങ്ങനാശ്ശേരി സ്പൈസസി ഒന്ന് പോകണം ഭയങ്കര ആഗ്രഹം കേട്ടോ. കാരണം ഞാൻ ചങ്ങനാശ്ശേരി ഉണ്ടായിരുന്നിട്ട് സ്പൈസസിൽ ആഴ്ച ഒന്ന് പോവായിരുന്നു. അപ്പം പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഞാൻ പറയാതിരിക്കാ, എനിക്ക് വിശന്നിട്ട് പോയാ. അപ്പൊ നമുക്ക് നേരെ സ്പൈസസിലോട്ട് പോകട്ടോ. ചങ്ങനാശ്ശേരി സ്പൈസസ്. ഭയങ്കര കരച്ചിലാണ്, ഉറങ്ങാൻ വേണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അറിയാം അപ്പനെ ഇരുന്ന് കുടിപ്പിക്കുമ്പോ എന്നെ വിളിച്ചോണ്ടിരുന്നു. അപ്പുറത്തൊരു കുഞ്ഞാവി ഇരുന്നുണ്ട്, അതിനെ നോക്കുക. അവളും നോക്കി ചിരിക്കുക, ഇവളും നോക്കി ചിരിക്കുക. അമ്മി അമ്മി കുഞ്ഞി കുഞ്ഞി അതിന്റെ കൂടെ ചെയ്തിട്ടില്ല. ഈ കുടൽ ആദ്യം കരിഞ്ഞവർ രണ്ടുപേരും ഒരു സീറ്റിൽ പോയിരിപ്പുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇത് റൊമാലി മറ്റേ റൊട്ടിയല്ലേ. ഞാൻ അവിടുത്തെ ഇവരെ വരുമ്പോ താമസിക്കാതിരിക്കുന്നു. ഞാൻ പിടിക്കുക അടിപൊളിയാ. നിന്റെ അടുത്ത് നിന്ന് കരയാൻ തുടങ്ങുവാ. കുറെ ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പണ്ട് നമ്മള് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ കൊച്ചു വ്ലോഗിനകത്തുണ്ടായിരുന്നു. അതെ, ഞങ്ങൾ അവിടുത്തെ അച്ഛൻ പടക്കം മേടിക്കുമായിരിക്കും. അച്ഛൻ മേടിച്ചില്ല അച്ഛേ? ഇല്ലേ, പറ്റിച്ച് കളഞ്ഞല്ലേ. ഇത് നോക്കി, ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇവളുടെ തലയിരിക്കുന്ന ഈ സാധനം ഞാൻ ഓർത്ത് ഇത് എടുത്തിട്ടില്ലായിരിക്കും. ഇവള് ഓർത്തും എടുത്തിട്ടില്ലേ? 80 രൂപ. നമ്മളിവിടെ വന്ന് കവറ് തുറന്നു നോക്കിയപ്പോ ഈ സാധനം ഉണ്ട് കേട്ടോ. ആമിക്കുട്ടിക്ക് തല വെച്ചിട്ട് നല്ല രസം, അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്തൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ദീപാവലി ആഘോഷിച്ചേക്കാട്ടോ. ഈ വീട്ടിൽ കേറിയിട്ട് അല്ലെ, ആദ്യത്തെ ദീപാവലിയാണ്. അപ്പൊ നമുക്ക് അത് ആഘോഷിക്കാം. അപ്പൊ നമുക്ക് ഈ വീട് തന്ന ഓണറെ ആദ്യം തന്നെ നമുക്ക് ഓർത്തുകൊണ്ട് അവരെന്തായാലും വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഈ വീട് മനോഹരമാക്കി തീർക്കാം അല്ലേ? യെസ്. അപ്പം പടക്കം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ലെ. എന്ന് ഞങ്ങള് ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. പടക്കം മേടിച്ചിട്ടുണ്ട്. ആ വണ്ടിക്കകത്ത് അത്യാവശ്യം കമ്പി, പൂത്തിരി, ചക്കരം, മത്താപ്പൂ ഇരിപ്പുണ്ട്. മറ്റേ വലിയ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, കാരണം അയൽവക്കാർക്കൊക്കെ സൗണ്ട് കേൾക്കുന്ന അസ്വസ്ഥതയാണെങ്കിലോ നോക്കിട്ട് അതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ആമിയുണ്ട്, നമുക്ക് നൈസായിട്ട് ചെറിയ രീതിയിൽ എൻജോയ് ചെയ്യാം കേട്ടോ. ഹാപ്പി അല്ലേ? കുഞ്ഞപ്പൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമുക്ക് നമ്മുടെ ചെറിയൊരു സെലിബ്രേഷൻ കിട്ടും അല്ലേ? യെസ്. വേണ്ട പടക്കം വേണ്ട പടക്കം. ആ ടൈപ്പ് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. നമ്മള് അയൽവക്കാരൊക്കെ നമ്മുടെ ആമീനെ നമ്മൾ നോക്കണം. അതെ അതെ. പൊട്ടിക്കുക. അത് നമ്മളിപ്പോ കത്തിച്ചു വിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ചിലപ്പോ പൊട്ടിക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വിഷയം. ഒരു ചേച്ചി ഇതൊരു എൻജോയ്മെന്റ് അല്ലേ?
കാണിച്ചേ വേണ്ടേ പൂ മത്താപ്പൂ ചക്കരം കൊടച്ചക്കറ ഇത് ചക്കരം നിങ്ങൾ നോക്കിക്കോ ആ ചക്രം ചക്രത്തിന്റെ ഇത് കണ്ടോ നിങ്ങൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും അമ്മ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ യെസ് കണ്ടോ തീപ്പെട്ടിയോ പാത്രം എന്നാ തീപ്പെട്ടിയല്ലേ ആ തീപ്പെട്ടിയുടെ ചിഹ്നമല്ലേ ഇതെന്നാ ഇതിനെന്നാ പറയുന്നത് ചെറിയ ഫ്ലെയിം വരുന്നത് ഇവിടെ ഇങ്ങനെ കത്തിക്കുമ്പോ ആ ഷൂന്ന് ഇത് ചുമലത്തി വരുന്നത് ഇത് കളറതി വരുന്നത് ചെറിയ ഷോട്ട് ഞാനാണ് കുഞ്ചിസിനോട് പറഞ്ഞു ഇതുപോലത്തെ ഒരു 3 സാധനം ഇതുപോലത്തെ ഒരു 3 അവളെ എനിക്കറിയാം അങ്ങനെ കൊടുക്കത്തുള്ളൂ ചില്ലറയായിട്ട് കൊടുക്കുന്നത് ഇത് 3 കടക്കാര് കൂടിയിട്ട് തുണിക്കടക്കാരും വേറെ കടക്കാരോട് ചേർന്നിട്ട് ഇതെന്നാ പൂത്തിരിയാണോ ഓക്കെ അതിന്റെ സാധനം അത് ഷോട്ട് ചെറിയ ഷോട്ട് ഇങ്ങനെ മറ്റേ അല്ല ഇത് മറ്റേ ഇങ്ങനെ കടുവ പൊട്ടുന്ന പോലെ ഇങ്ങനെ കത്തിക്കും അപ്പൊ നമുക്ക് എന്തായാലും ആമിമോളെ അവിടെ അമ്മയൊക്കെ തുടച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് റെഡിയാക്കാം. അപ്പത്തേക്ക് നമുക്ക് നമുക്ക് ദീപം കത്തിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദിവാലി. സ്വീറ്റ്സിന്റെ ഒന്നും കാര്യം എനിക്ക് അറിയില്ലായിരുന്നുണ്ട്. ഇപ്പൊ ഇപ്പോഴാണ് പറഞ്ഞത്. അപ്പം കുറച്ച് മധുരമുള്ള റസ്ക് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. മധുര കേക്ക് യെസ്. അപ്പൊ നമ്മള് വിളക്കൊക്കെ കത്തിച്ച് ആ ഈ വീട്ടിൽ കയറിയിട്ട് ആദ്യത്തെ ദിവാലി. പിന്നെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റി ഇത്തിരി കുറവാണ്, വെട്ടക്കുറവുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ആംബിയൻസ് അല്ലേ വേണ്ടത്. ആ ഇനി ലൈറ്റ് മൊത്തം ലൈറ്റും കെടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പൊളി. അപ്പൊ നമുക്ക് നേരെ പടക്കമല്ല കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിക്കാം കേട്ടോ. യെസ്, നല്ല വെട്ടമുണ്ട് കേട്ടോ. പിന്നെ എല്ലാരും കാണാം. ഓ അച്ഛൻ പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഇല്ല നിക്കി ജീവനും കൊണ്ട് നിക്കി വാ 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 വാ. മതി. സ്റ്റോപ്പ്. മിക്കി ജീവനും കൊണ്ട് ഓടി. ഇത് ചെറുതാ, നീ പേടിക്കൊന്നും വേണ്ട. ഇത് ചെറിയ സാധനമാ. അയ്യോ വാവ്. ആ പാട്ടെ ഇരുന്ന് ഇവിടെ കിടന്നോ. ആ ഇരുന്നോ. സിറ്റ്. ചെളിയാക്കാതെ. മിക്കിക്ക് പേടിയാട്ടോ. പാവണ്ട പാടി. അത് കൊടച്ചക്കറല്ലേ അച്ഛേ? നേരെ പിടിക്കടി മുഖം. കാലോണ്ട് ഡാൻസ് കൂടാ. ഇവിടെ നോക്കടി.
അത് ചെറുതായിരുന്നു കേട്ടോ. അപ്പൊ ചേച്ചി അനീതിയുടെ പൂത്തിരി കത്തിക്കാൻ പോട്ടോ. നിന്റെ ഫസ്റ്റ് കത്തണോ? വാ പൊളി കേട്ടോ. വാവ്, കുഞ്ചൂസിന്റെ അവിടെ എന്തോ ഒരു സർക്കിള് രൂപാന്തരപ്പെടുന്നുണ്ട്. ഇവളുടെ അവിടെ കാണുന്നില്ല. അത് ഞാൻ ഈ സൈഡിൽ നിൽക്കുന്നുണ്ടാ. പൊളിയായിരുന്നു കേട്ടോ. ആ അത്രേ ഉള്ളൂ. അവൻ കേസ് കൊടുക്കാടി കൺസ്യൂമർ കോർട്ടില്. കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തേക്കാം. നിക്കുണ്ട് കേട്ടോ കൂട്ടിനെ കത്തിക്കാൻ വേണ്ടി. മേടിച്ചു. മിഠായി സുഗന്യയും കൂടെ കത്തിക്കുവാണ്. രണ്ടുപേരെയും കാണുന്നില്ല. സുഗന്യാനെ എന്തോ ഒരു പുക പോലെ കാണുന്നുണ്ട്. സുഗന്യങ്ങടെ ജയിക്കേ. അടിക്കൂടി പൂവൊക്കെ വരുന്നുണ്ട്. ചിറ്റാമയ്ക്ക് പേടിയൊന്നുമില്ലെന്ന്. അങ്ങോട്ട് പിടിക്കണം, അതിന്റെ മകൻ ഫ്രണ്ടിലോട്ട് പിടിക്കണം, നേരെ മോളോട്ട് പൊക്കി പിടിക്കരുത് കേട്ടോ. പറഞ്ഞു കൊടുക്കണ്ടേ. ചിറ്റാമയെ കാണത്തില്ല കേട്ടോ. അടിപൊളി കേട്ടോ. എന്താ പൊണ്ണുങ്ങളെ അടിപൊളി കേട്ടോ. ഈ സൈഡിൽ നിന്ന് വിളിച്ചാൽ കിട്ടുമായിരുന്നു. ചിറ്റാമയെ കാണാം. പെണ്ണ് ഇവിടുന്ന് കത്തിക്കൊണ്ട് വരുന്നുണ്ട്. കത്തുന്നില്ല. എല്ലാം കണ്ട് മിക്കി നേണ്ട നിക്കുന്നു. മിക്കി പേടിച്ചിരിക്കുക. നല്ല രസമുണ്ട് കേട്ടോ. വാ കിട്ടുന്നുണ്ട് രണ്ടുപേര്. പിന്നെ ഓ നല്ല രസമുണ്ട് കേട്ടോ. കുഞ്ചപ്പന ഒരു 70 വയസ്സാവും. ചിറ്റാമയെ പോലെ ഇരിക്കും കേട്ടോ. എനിക്ക് 70 വയസ്സാകുമ്പോ ചിറ്റാമയെ പോലെ ഇരിക്കുന്നു. ആ നാമിമോൾ ഇറങ്ങി. പിന്നെ ഈ പോയത്ത് അവളെ നിർത്താനും പറ്റുമല്ല. അതെ തീർന്നു.
അടിപൊളി കേട്ടോ. കുഞ്ചൂസിന്റെ പേടികളൊക്കെ അങ്ങനെ മാറി. കറക്കമ്മേ പിന്നെ കറക്ക്. ആ ഇങ്ങനെ സംഭവം കത്തിച്ച് വെള്ളം കിടന്നേ മുന്നേ ഒന്നും കത്തിക്കണം. മറ്റേ കത്തിയില്ലേ അല്ലേ? Sure. അപ്പൊ നമ്മുടെ ദീപാവലി ആഘോഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ കുറെ സാധനമൊക്കെ ആമിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദേണ്ട ഇതാണ് ആ പ്രൊഡക്റ്റ് കേട്ടോ. ഭയങ്കര കംഫർട്ടാട്ടോ. എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. കാരണം കുഞ്ചൂസിന് വേണ്ടിയാണ് മേടിച്ചതെങ്കിലും ഇതിനിപ്പോ എന്റെ ദേഹത്ത് ഇങ്ങനെ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ആള് ഭയങ്കര ഹാപ്പി ആട്ടോ ഇതിനകത്ത്. ഭയങ്കര കംഫർട്ടാണ് ആള്. കുഞ്ചപ്പന്റെ ഒപ്പം നിൽക്കണമെങ്കിൽ ഇനി ഞാൻ താഴെ ശരിക്കും പറയാം. അത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഫീലാണ്, നല്ല കംഫർട്ടാണ് നമുക്ക്.
അപ്പം ഇതിന്റെ പൈസ തേടി 2,500 2,500 കണ്ടാണ് കേട്ടോ വില വരുന്നത്. അപ്പൊ നമുക്ക് 15 കിലോ വരെ ഉപയോഗിക്കാം. അതായത് 2-2.5 വയസ്സ് വരെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് എവിടെ പോയാലും ആമിയെ തേണ്ട ഇങ്ങനെ കങ്കാരുവിനെ പോലെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കാം കേട്ടോ. അതായത് ഇങ്ങനെ എടുത്താൽ തിരിച്ച് അവള് ഉറങ്ങുമ്പോൾ നമുക്ക് കംഫർട്ട് ആയിട്ട് പുറകോട്ട് അവള് നെഞ്ചത്തോട്ട് ഇങ്ങനെ ചാരി കിടക്കാം. പിന്നെ നമുക്ക് പുറത്ത് തൂക്കിയിട്ട് നടന്നും പോകാം. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടിച്ചു പൊട്ടിക്കണം എന്ന് പറ. യെസ്. അത് നമ്മളവിടെ കടയിലൊക്കെ പോയപ്പോ നല്ല ഇതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചേച്ചി കേട്ടോ, അതായത് മിക്കി അമ്മിക്കോ അല്ലെ, മീനി ചേച്ചിയും ഉണ്ണിച്ചേട്ടായും ഉണ്ണിച്ചേട്ടയുടെ അമ്മയും മീനി ചേച്ചിയുടെ അച്ഛനും അമ്മയും എല്ലാരും അല്ലേ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് ഹാപ്പി കേട്ടോ. അവള് നല്ല കംഫർട്ടാണ് ഇതിനകത്ത്. അപ്പൊ എല്ലാവർക്കും ഉമ്മ അവളുടെ കയ്യെ പിടിക്കാൻ പാടില്ല കേട്ടോ. ഇതിനിടയ്ക്ക് കൂടെ നമുക്ക് കൈ കയറ്റി വെക്കാം. അതാണ്, അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് കേട്ടോ. കൈ കയറ്റി വെക്കുന്നില്ല. അതെല്ലാവർക്കും ടാറ്റ കേട്ടോ പറയാൻ വേണ്ടിട്ടാ തോന്നുന്നു.